പ്രിയമുള്ളവരെ, നിങ്ങളിപ്പോൾ കാണുന്ന ഫോട്ടോയിലുള്ള വ്യക്തി ഇയാൾ ആരാണ്, എന്താണ് എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ വളരെ കാലമായിക്കൊണ്ട് ജാസി എന്ന പേരുള്ള ഈ വ്യക്തി പല രൂപത്തിലും ഭാവത്തിലും പല കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിച്ചുകൊണ്ട് പലതരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജാസി എന്ന് പറയുന്ന ഈ വ്യക്തി. ഈ വ്യക്തി ആണാണോ, അതോ പെണ്ണാണോ, അതോ ട്രാൻസ്ജെൻഡർ ആണോ? ഇനി ട്രാൻസ്ജെൻഡറിൽ പെടാത്ത ഹിജറ എന്ന് പറയുന്ന ഒരു വിഭാഗവും ഉണ്ട്. അതിൽ ഏതാണ് എന്നുള്ളതാണ്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും അതിനുശേഷം ആ വിവാഹം അയാൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഡൈവോഴ്സ് ആവുകയും അതിനുശേഷം ഒരു പയ്യനുമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയൊക്കെയാണ് കാണാനുള്ളത്. ഇനി എന്തിനാണ് നമ്മളിത് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇത് അന്വേഷിക്കുന്നത് എന്ന് പലർക്കും തോന്നിയേക്കാം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെ പലതരത്തിലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ചാനലായ മൻസൂർ മണ്ണാർക്കാട് എന്ന ഇതേ പേരിലുള്ളൊരു ചാനലുണ്ടായിരുന്നു. അതിൽ 3-4 വീഡിയോകൾ ആ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട്. അവരിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും വിവാദം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് അതുപോലെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാറുള്ളത്. ഈ വ്യക്തിയെ കുറേ കാലമായിട്ട് കാണാറുണ്ട്, പക്ഷേ നമ്മൾ അവോയ്ഡ് ചെയ്യാറാണ് സാധാരണ പതിവ്. ഇതിനെക്കുറിച്ചൊക്കെ എന്ത് പറയുന്നു എന്നുള്ളതാണ്. അതിനിടയ്ക്കാണ് പലതരത്തിലുള്ള ഈ വീഡിയോകളും മറ്റു വിവാദങ്ങളും വരുന്നത്. അപ്പോൾ എനിക്കും ഒരു സംശയം, ട്രാൻസ്ജെൻഡർ എന്താണ് എന്നുള്ളത് അല്പസ്വല്പമൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോയ്ക്കിടയിൽ എന്താണ് ട്രാൻസ്ജെൻഡർ എന്നുള്ളത് വിശദീകരിക്കാം. പല ആളുകൾക്കും അറിയാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം എന്നുള്ളതാണ്. ഒരു പുരുഷനായ ഈ ആള് പിന്നീട് സ്ത്രീയുടെ വേഷം ധരിച്ചുകൊണ്ട് സമൂഹത്തിനിടയിലൂടെ ജീവിക്കുന്നുണ്ട്. ഒപ്പം വാലാട്ടിക്കൊണ്ട് ഒരു ചെക്കനുമുണ്ട്. അയാൾ പുരുഷനല്ല എന്ന് സ്വമേധയാ പറയുന്നു, എന്നാൽ സ്ത്രീയാണോ? സ്ത്രീയുമല്ല എന്ന് പറയുന്നു, എന്നാൽ ട്രാൻസ്ജെൻഡർ ആണോ? അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ പുരുഷൻ വേഷം കെട്ടുന്നത് തന്നെയല്ലേ ട്രാൻസ്ജെൻഡർ എന്ന്? അല്ല. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ജന്മന പുരുഷ പ്രകൃതിയിൽ ജനിക്കുകയും, അതായത് ആൺകുട്ടിയായിക്കൊണ്ട് പിറന്നു വീഴുകയും, എന്നാൽ കൗമാരപ്രായത്തിലെത്തുന്ന സമയത്ത് അവർക്ക് അവരുടെ വ്യക്തിത്വം അത് സ്ത്രീയാണെന്ന് തോന്നുകയും പിന്നീട് പുരുഷനോട് പ്രണയവും അവരുടെ ശരീരത്തിലെ പുരുഷത്വത്തോട് വെറുപ്പും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. നമ്മൾ പല വീഡിയോകളും ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ട്രാൻസ്ജെൻഡർ എന്നുള്ള ആളുകൾ അവരുടെ അവയവങ്ങൾ മുറിച്ചും കൂട്ടിച്ചേർത്തും തുന്നിച്ചേർത്തും നടക്കുന്നതിന് പകരം അവർ നല്ലൊരു മാനസിക രോഗ വിദഗ്ധനെ കണ്ടുകൊണ്ട്, സൈക്യാട്രിസ്റ്റിനെ കണ്ടുകൊണ്ട് വ്യക്തമായ ചികിത്സ നടത്തുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് ഇവരുടെ കൂടുതൽ വിഷയങ്ങൾ പഠനം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ കൗമാരപ്രായത്തിലെത്തുമ്പോൾ അവരുടെ വ്യക്തിത്വം മറ്റൊന്നാണ് എന്ന് പറയുന്ന ആ ഒരു സമയം മുതൽ അവർക്ക് അവരുടെ ശരീരത്തോട്, അവരുടെ ഇപ്പോൾ സ്ത്രീയാണെങ്കിൽ സ്ത്രീയുടെ അവയവങ്ങളോട് പലതിനോടും, അതുപോലെ തന്നെ പുരുഷനാണെങ്കിൽ പുരുഷൻ്റെ അവയവത്തോടൊക്കെ ഭയങ്കര ദേഷ്യമായിരിക്കും. അവർ ചില സമയത്ത് അവർക്ക് ദേഷ്യമാകുന്ന അല്ലെങ്കിൽ അത്രയും വെറുപ്പാവുന്ന സമയത്ത് സ്വയം അത് ഛേദിച്ചു കളയുന്ന ഒരവസ്ഥയിലേക്കൊക്കെ അവരുടെ മാനസികാവസ്ഥ എത്താറുണ്ട് എന്നുള്ളതാണ് ഇത് സംബന്ധമായിക്കൊണ്ട് പഠനം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാനസികം തന്നെയാണ്, എന്നാൽ അവർക്ക് അവരുടെ ഇപ്പോൾ ശരീരത്തിൽ സ്ത്രീ ഹോർമോണ് കൂടുതലായത് കൊണ്ടാണ് പുരുഷൻ സ്ത്രീ ആവുന്നതും സ്ത്രീ പുരുഷ ഹോർമോൺ കൂടുതലായതുകൊണ്ടാണ് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ പിന്നെ എന്തിനാണ് ഇവർ ഹോർമോൺ ചികിത്സ നടത്തുന്നത്? ദൈവം മനുഷ്യ പ്രകൃതിയിൽ സ്ത്രീയും പുരുഷനും മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ദൈവവിശ്വാസികൾക്ക്. ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് 10ഓളം ജെൻഡറുകളുണ്ട് എന്നുള്ളതാണ്. സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡറും അതുപോലെ LGBTQ++++ എന്ന് പറഞ്ഞു പോകുന്ന രതിവൈകൃതത്തിൻ്റെ കുത്തരങ്ങുകൾ പലതും ഉണ്ട്. അതിലേക്കൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ സമയം കുറെ പോകും. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിലേക്ക് മാത്രം ഇതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടി പറയാണ്ട്. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വ്യക്തി ഹോർമോൺ ചികിത്സ നടത്തുകയാണെങ്കിൽ, ട്രാൻസ്ജെൻഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പുരുഷ ശരീര പ്രകൃതി പെണ്ണിലേക്കും കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാനൊന്നും കഴിയില്ല. ആ ഒരു ലെവലിൽ അത് നമ്മൾ ആ ഒരു ഡീറ്റെയിലേക്കും പോകുന്നില്ല. കമ്മ്യൂണിറ്റിയെ നമ്മൾ ഇകഴ്ത്താനോ അല്ലെങ്കിൽ മോശമാക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഒരു പുരുഷൻ സ്ത്രീ ആവുകയാണെങ്കിൽ ആദ്യം അവർ ഹോർമോൺ ചികിത്സ നടത്തും. ഈ ഹോർമോൺ ചികിത്സ നടത്തണമെങ്കിൽ ആദ്യം ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ, ഒരു മാനസിക രോഗ വിദഗ്ധൻ്റെ അടുത്ത് പോയി കൗൺസിലിങ്, അത് സ്റ്റേജ് ആയിക്കൊണ്ട് പല ദിവസങ്ങളിൽ പോയി കൗൺസിലിംഗ് നടത്തിയിട്ട് ആ മാനസിക രോഗ വിദഗ്ധൻ അയാൾ സർട്ടിഫൈ ചെയ്യണം, ഇവർക്ക് ആ വരുന്ന വ്യക്തിക്ക്, അത് പുരുഷനായിരിക്കാം സ്ത്രീ ആയിരിക്കാം, അവർക്ക് മറ്റൊരു
ജെൻഡറിലേക്ക് മാറാനുള്ള ചികിത്സ തുടങ്ങാം എന്നുള്ള അവരുടെ സർട്ടിഫിക്കറ്റ് വേണം. എന്നാൽ ഒരാളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് ഈ ഹോർമോൺ ചികിത്സ തുടങ്ങുക. ഹോർമോൺ ചികിത്സ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷ പ്രകൃതിയിലുള്ള ആളുകൾ അവർ ഹോർമോൺ ചികിത്സ നടത്തുമ്പോൾ അവരുടെ താടി രോമങ്ങളൊക്കെ ഇല്ലാതാവുകയും പിന്നെ അത് ലേസറൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ അതൊക്കെ ഇല്ലാതാക്കുകയും അതിനുശേഷം ചെറിയ ചെറിയ ശസ്ത്രക്രിയയിലൂടെ മുഖത്തിൻ്റെയും അതുപോലെ ശരീരത്തിൻ്റെ ഷേപ്പിലൊക്കെ ചെറിയ ചെറിയ ശസ്ത്രക്രിയയിലൂടെ പിന്നീട് അവർ ഓരോ ശസ്ത്രക്രിയക്ക് വിധേയരാകുമ്പോഴും ഇപ്പോൾ ഹോർമോൺ ചികിത്സ കഴിഞ്ഞു, പിന്നീട് അവരുടെ ബ്രസ്റ്റ് പുരുഷ പ്രകൃതിയിലുള്ള ആ ഒരു ബ്രസ്റ്റ് അതിനുള്ളിലേക്ക് ജെല്ല് അതുപോലെ ഈ സിലിക്കോൺ ഒക്കെയാണ് അതിലേക്ക് ചെയ്യുന്നത്. ആ ഒരു ശസ്ത്രക്രിയ ചെയ്യുന്നു. അതിനുശേഷമാണ് അവരുടെ പെനിസ് അത് റിമൂവ് ചെയ്യുന്നത്. ശരിക്കും അത് റിമൂവ് ചെയ്യുകയല്ല എന്നുള്ളതാണ്, പല സ്റ്റേജുകളിലായിട്ടുള്ള ഒരു ശസ്ത്രക്രിയയാണ്. എന്നാൽ ആ ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ 2 സൈക്കാട്രിസ്റ്റിൻ്റെ കൗൺസിലിംഗ് കഴിഞ്ഞിരിക്കണം, അവരുടെ സർട്ടിഫിക്കറ്റ് വേണം, എന്നാലേ ഇത് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഇത്രയും മാനസിക രോഗ വിദഗ്ധരുടെ അടുത്തെല്ലാം പോയി അവർ കൗൺസിലിംഗ് ഒക്കെ നടത്തിയിട്ടും അവരുടെ മനസ്സ് മാറാതെ ആ ഒരു ലെവലിൽ സ്ത്രീ പുരുഷനിലേക്കും പുരുഷൻ സ്ത്രീയിലേക്കും ആകാൻ ശ്രമിക്കുന്നു. അത്രേ ഉള്ളൂ, ശ്രമിക്കുന്നു. ഒരു പുരുഷൻ സ്ത്രീ രൂപത്തിലായി കഴിഞ്ഞാലും ആ പുരുഷ രൂപത്തിൻ്റെ വയറ്റിനുള്ളിൽ ഗർഭപാത്രം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഗർഭപാത്രം ഉണ്ടാവില്ല, മെൻസസ് ഉണ്ടാവില്ല. അവർക്ക് ബ്രസ്റ്റ് വെച്ച് പിടിപ്പിച്ചാലും അവിടെ തൊടുമ്പോൾ അറിയാം എന്നുള്ളതൊക്കെ ശരിയാണ്. എന്നാൽ അതിലൂടെ ഒരിക്കലും അവർക്ക് മാതൃത്വമായ ആ ഒരു മുലപ്പാൽ നുകരാനൊന്നും കഴിയില്ല. അവർക്ക് ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആ ഒരു രൂപം ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ഡൽഹിയിലാണ് കൂടുതലുള്ളത്. തമിഴ്നാട്ടിലത്തെ പല സിറ്റികളിലും പോയാലും മദ്രാസിൽ, കോയമ്പത്തൂരിൽ, അതുപോലെ തന്നെ ബാംഗ്ലൂരിലൊക്കെ പോയ ആളുകൾക്ക് അറിയാം. നമ്മുടെ അടുത്തേക്ക് ഒരു പ്രത്യേക ശൈലിയിൽ വേഷമൊക്കെ ധരിച്ചുകൊണ്ട് പാലക്കാട് ഉണ്ട് കേട്ടോ. പാലക്കാട് ഈ ടൈപ്പ് ആളുകളുണ്ട്. അവർ വന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചില്ലറ ക്യാഷായിട്ട് അവർ ചോദിക്കും. എന്തെങ്കിലും എടുത്തു കൊടുത്താൽ അവരങ്ങനെ പോകും. അല്ലെങ്കിൽ അവർ കുറച്ച് ശല്യം ചെയ്യുന്ന പോലെ, നമ്മൾ ഉപദ്രവിക്കുന്ന പോലെയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും. അത് ഹിജഡ കമ്മ്യൂണിറ്റിയാണ്. അത് മറ്റൊരു കാറ്റഗറിയാണ്. അവർക്ക് ഈ പറയപ്പെട്ട മുഴുവൻ ശസ്ത്രക്രിയയൊന്നുമില്ല. അവർ 40 ദിവസത്തോളം ഒരു അമ്മ എന്ന് പറയുന്ന അവരുടെ ഈ അമ്മ എന്ന് പറയുന്ന ഇതുപോലെ ഹിജഡയായ ആ ഒരു വ്യക്തിയുടെ കീഴിൽ 40 ദിവസത്തോളം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് 41-ാമത്തെ ദിവസം തിളച്ച പാലിൽ മുക്കിയ മൂർച്ചയേറിയ ആയുധം കൊണ്ട് അവരുടെ ലിംഗം ഛേദിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവർക്ക് കുറച്ച് ദിവസം മൂത്രമൊഴിക്കാനും മറ്റുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും ആ വേദന സഹിച്ചുകൊണ്ട് അവിടുത്തെ മുറിവ് കരിച്ചു കളയുവാൻ മരുന്നൊന്നുമല്ല, തീയിൽ പഴുപ്പിച്ച ഇരുമ്പ് പ്ലേറ്റ് വെച്ചുകൊണ്ട് കരിച്ചു കളയുകയാണ് ചെയ്യുക. അവർ പിന്നീട് ആ ഒരു കമ്മ്യൂണിറ്റി ആയിക്കൊണ്ട്, ആ ഒരു കാറ്റഗറി മനുഷ്യരായിക്കൊണ്ട് അവരങ്ങനെ ജീവിക്കുന്നുണ്ട്. അതും ആ ഒരു മാനസിക നിലവാരമുള്ള ചില ആളുകൾ. അവരിൽ ട്രാൻസ് മെൻ, വുമൺ അങ്ങനെ കാറ്റഗറി ഇല്ല. അവർക്ക് ഇത് കട്ട് ചെയ്ത് കളയുക, പിന്നെ ഒരു സ്ത്രീയുടെ വേഷവിധാനങ്ങൾ ഉണ്ടാകും. എന്നാൽ ആ ഒരു അവസ്ഥയാണ്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ വ്യക്തി ഇതിലേതാണ്? ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയ ഒരു സെലിബ്രിറ്റി റേഞ്ചിലാണെന്ന് ചില ആളുകളൊക്കെ അവർ റേഞ്ചിലാണെന്ന് കരുതുന്നുണ്ട്. ഈ റേഞ്ചിലാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ സമൂഹത്തിന് നൽകുന്ന ആ ഒരു മെസ്സേജ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചോദിച്ചത്. ഇത് ഈ ഒരു വ്യക്തി മാത്രമാണെന്നുള്ള അല്ല, പല ആളുകളും ഈ രൂപത്തിലുണ്ട്. ട്രാൻസ്ജെൻഡർ ലേഡി വിഭാഗമായിക്കൊണ്ട് ട്രാൻസ്ജെൻഡർ പുരുഷ വിഭാഗം. അതിലൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പുരുഷ പ്രകൃതിയിലുള്ള ആൾ സ്ത്രീയായിട്ട് ആ ഒരു ലെവലിലേക്ക് മാറുകയാണെങ്കിൽ ചിലപ്പോൾ ശബ്ദം കൊണ്ടൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ ഒരു സ്ത്രീ അത് പുരുഷ പ്രകൃതിയിലേക്ക് മാറാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കാര്യം അവർക്ക് പെട്ടെന്ന് ബ്രീഡ്, ഈ താടിയും മീശയൊക്കെ പെട്ടെന്ന് വരും. അതുപോലെ തന്നെ അവരുടെ നെഞ്ചിൻ്റെ അവിടെയൊക്കെ രോമങ്ങൾ പെട്ടെന്ന് വരും. അതുപോലെ ശബ്ദം പെട്ടെന്ന് അവർക്ക് മാറ്റം വരും. ഈ ട്രാൻസ് വുമൺ ആയി വരുന്നതിനേക്കാൾ എളുപ്പത്തിൽ ട്രാൻസ് മെൻ ആവാറുണ്ട് എന്നുള്ളതാണ്. ഈ ഇടയ്ക്ക് ഒരു ട്രാൻസ് മെൻ പെണ്ണായിരുന്ന ഒരാൾ ശസ്ത്രക്രിയ ചെയ്യുകയും പിന്നീട് വേറൊരു ട്രാൻസ് വുമണെ വിവാഹം കഴിക്കുകയും ഒരു ബോഡി ബിൽഡറൊക്കെ ആയിരുന്നു. അയാൾ മരണപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അത് സംബന്ധമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മലപ്പുറം ഭാഗത്തുള്ള ഒരു ട്രാൻസ് വുമൺ പ്രസവിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് മറ്റൊരു സംഭവമാണ്, അതിനെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇയാളുടെ പേര് ജാസി. ഇയാൾ ജന്മന പുരുഷനാണ്.
ഇയാളൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ വിവാഹം അധികം താമസിയാതെ തന്നെ, 1 വർഷം എന്നാണ് കേട്ടത്, അധികം താമസിയാതെ തന്നെ ഡൈവേഴ്സ് ആവുകയും ചെയ്തു. അതുപോലെ തന്നെ ഇയാളുടെ കൂടെ പഠിച്ച പല ആളുകളും 10, 35, 36 വയസ്സായ ആളുകൾ അവർ പറയാറുണ്ട്, ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ബെഞ്ചിലിരുന്ന് പഠിച്ച ഒരു ചെക്കനാണത്, ഈ വേഷം കെട്ടി നടക്കുന്നത് എന്ന് പറയുന്ന ഒരു 10, 35, 36 വയസ്സൊക്കെ ആയ ആളുകളാണ്. എന്നാൽ ഈ ജാസിക്ക് 5-6 കൊല്ലമായിട്ട് ഇപ്പോഴും 28 വയസ്സാണ് എന്നുള്ളതാണ്. എവിടെ ചോദിച്ചാലും 28 വയസ്സാണ്. 6 കൊല്ലം മുമ്പേയും 28 വയസ്സാണ്, ഇപ്പോഴും 28 വയസ്സാണ് എന്നുള്ളതാണ് ജാസിക്ക്. ഫഹദ് എന്ന് പറയുന്ന ഒരു വ്ളോഗർ ഇയാളെക്കുറിച്ച് നിരന്തരം വീഡിയോ ചെയ്യാറുണ്ട്. അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ഭാഷ അണ്ടിത്താത്ത എന്നുള്ളൊരു ഇതാണ്. ചിലപ്പോൾ അത് ആപ്റ്റ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, എൻ്റെ അഭിപ്രായമല്ല. നമ്മൾ ആദ്യം ചോദിച്ച് വീണ്ടും ഒരിക്കൽ കൂടി ചോദിക്കുന്നു, ആരാണ് ഇയാൾ? ഇയാള് ആണാണെങ്കിൽ പിന്നെന്തിന് പെണ്ണിന്റെ വേഷം കെട്ടി നടക്കുന്നു? അല്ല, പെണ്ണാണ്, ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ, പെണ്ണിന്റെ വേഷം കെട്ടി നടക്കുന്ന ആ ഒരു ലെവലിലാണെങ്കിൽ ഹോർമോൺ ചികിത്സ അയാൾ നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അയാളുടെ താടിയും രോമങ്ങളും ഒക്കെ കുറഞ്ഞിട്ടുണ്ട്, അയാളുടെ ശബ്ദത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ബോട്ടം സർജറി, മറ്റുള്ള ടോപ്പ് സർജറി പോലെയുള്ള സർജറികളൊന്നും ഇയാൾ ഇതുവരെയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഇന്റർവ്യൂവിൽ ആങ്കർ ചോദിക്കുകയാണ്, പെണ്ണാണ്, അവർ ചോദിക്കുകയാണ്, ചേച്ചിയുടെ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോൾ സർജറി കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഈ ജാസി എന്ന് പറയുന്ന ഈ പെണ്ണാന്നും പറയാൻ പറ്റില്ല, ആണാന്നും പറയാൻ പറ്റില്ല, നമ്പൂസെന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തും പറയാൻ പറ്റില്ല, ഒരു വ്യക്തി അത് പറയാണ്, ചൂടാവുകയാണ്. എന്തിന്? വെറുതെ ചൂടാവുക. സംഭവം സർജറി കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ആ ഒരു താടിയൊക്കെ വെച്ചൊരു ചെക്കനുണ്ട്, അവനുമായിട്ട് അങ്ങനെ കോല് കളിച്ച് നടക്കുന്ന ഈ പഴയൊരു കലാരൂപമാണ് ഈ കോൽക്കളി. അപ്പോൾ ആ ഒരു സംഭവമാണ്, നമ്മൾ അതിലേക്കും കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ വീണ്ടും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പോകുന്നില്ല. ഈ വ്യക്തിയെക്കുറിച്ച് ഈ സമൂഹത്തിന്, വളർന്നു വരുന്ന തലമുറയ്ക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? ആ സ്ത്രീ പറയുന്നു, അയാള് പുരുഷനും അല്ല, സ്ത്രീയല്ല, ട്രാൻസ്ജെൻഡറും അല്ല എന്നുള്ളത്. സ്ത്രീയുടെ വേഷം കെട്ടിക്കൊണ്ട് നമ്മുടെയൊക്കെ സഹോദരിമാരുടെ ഒക്കെ ഇടയിലൂടെയല്ലേ ഇയാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപകടമാണ്. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഉണ്ട്, സിനിമ ഫീൽഡിലുണ്ട്, മേക്കപ്പ് ഫീൽഡിലുണ്ട്, അതുപോലെ തന്നെ മറ്റു പല മേഖലയിലും ജോലി ചെയ്യുന്ന ട്രാൻസ് വുമൺ ഉണ്ട്, ട്രാൻസ് മെൻ ഉണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റി ഇപ്പോൾ സമൂഹം എത്ര കണ്ട് അവരെ അംഗീകരിക്കുന്നു എന്ന് നമുക്കറിയില്ല. ഗവൺമെൻറ് അവർ അംഗീകരിക്കുന്നുണ്ട്. അവർക്ക് സർജറിക്ക് വേണ്ടിയിട്ടും അവരുടെ ഹോർമോൺ ചികിത്സ, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് നല്ലൊരു എമൗണ്ട് അവർക്ക് നൽകുന്നുമുണ്ട്. അതുപോലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആയിക്കൊണ്ട് ആ കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഒരു പുരുഷൻ സ്ത്രീയുടെ വേഷം കെട്ടി നടക്കുന്ന ഈ ഒരു കാര്യം, ഇത് വളർന്നു വരുന്ന തലമുറയ്ക്ക് എന്ത് മെസ്സേജാണ് നൽകുന്നത്? ഇതുപോലെ ആളുകൾ അധികരിച്ചാൽ നമ്മുടെ സഹോദരിമാർക്ക് എന്ത് സുരക്ഷയാണുള്ളത്? പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അതങ്ങനെ പോയി, അത് അവരുടെ റൈറ്റ്സ്. എന്നാൽ പുരുഷനായിട്ട് ജീവിക്കുന്നവർ പുരുഷനായിട്ട് ജീവിക്കട്ടെ. ഇനി LGBTQ നമ്മൾ പറഞ്ഞിട്ട് പോയി, ലെസ്ബിയനായിട്ട് പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ഇന്നലെയാണ് ഒരു വിവാഹം നടന്നത്, ഒരു സിനിമാ നടി അവരുടെ കൂട്ടുകാരിയെ വിവാഹം കഴിച്ചു എന്ന്. നല്ല കാര്യം, നിങ്ങൾ അങ്ങനെ പോ. അപ്പോൾ എല്ലാം അതാണെന്ന് മനസ്സിലായില്ലേ? അത് പുരുഷനും തമ്മിലുള്ള സ്വവർഗരതി അനുരാഗികളാണ്. അങ്ങനത്തെ കുറേ എണ്ണം നാട്ടുകൂടി നടക്കുന്നുണ്ട്. വിദേശത്താണ് ഇത് കൂടുതലുള്ളത്. അപ്പോൾ അവർ ട്രാൻസ്ജെൻഡർ കാറ്റഗറി അല്ല. അത് കഴിഞ്ഞിട്ട് ബൈസോഷ്യൽ, അതുപോലെ പല തരത്തിലുള്ള, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രതി വൈകൃതം, ഓപ്പോസിറ്റ് സെക്സ്. അതാണ് മനുഷ്യന് പ്രകൃതിയിൽ ഉള്ള ഒരു കാര്യം എന്നുള്ളത് എല്ലാവർക്കും അറിയാതെ, ആർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. എന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന കുറേ ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഈ ഒരു വീഡിയോ കുറച്ച് റിപ്പീറ്റ് ആയിപ്പോയിട്ടുണ്ട് എങ്കിൽ പോലും പറയുകയാണ്. കാര്യം, ഒരാളെക്കുറിച്ച് നമ്മൾ കുറേ കാലമായിട്ട് മനസ്സിൽ വെച്ച ഒരു കാര്യമാണ്, ഈ വ്യക്തി ഈ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ്? ഒരു പുരുഷ ശരീരവുമായിട്ട് സ്ത്രീ വേഷം ധരിച്ചുകൊണ്ട് സ്ത്രീകൾക്കിടയിൽ ജീവിക്കുന്ന ഇത് അപകടമല്ലേ? ചിന്തിക്കുക, മനസ്സിലാക്കുക. പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രതികരിക്കുക, അത് അയാളുടെ റൈറ്റ്സ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ പുരോഗമനാത്മക ചിന്തയുമായി കൊണ്ട് നടക്കുന്ന ചില പറഞ്ഞേക്കാം. എന്നാൽ അങ്ങനെയല്ല. അത് സുരക്ഷയുടെ ഒക്കെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നീക്കുപോക്ക് വേണം എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. കാര്യം മനസ്സിലായി എന്ന് തോന്നുന്നവർ അറിയിക്കുക.
കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ ചാനലാണ്. ഈ പറഞ്ഞ കാര്യത്തോട് എന്തെങ്കിലും വിയോജിപ്പുള്ളവർ അതും കമൻറ്റ് ചെയ്യുക. മാന്യമായ രീതിയിൽ എന്നാണ് പറയാനുള്ളത്. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.